നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു സ്വീറ്റാണ്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ എടുക്കുന്നത് ബീട്രൂട്ടാണ്. ഒരു മീഡിയം സൈസ് 3 ഞാൻ എടുത്തിട്ടുണ്ട്. വെയിറ്റിൽ എടുക്കുകയാണെങ്കിൽ 250 ഗ്രാം എടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പാനിൽ 1/4 കപ്പ് അളവിൽ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടോട് ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് ഈ ഒരു ബീട്രൂട്ടിൻ്റെ വെള്ളത്തിൽ തന്നെ നമ്മളൊരു 5 മിനിറ്റ് ടൈം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുക്കായി വന്ന സമയത്ത് നമ്മൾ ഇനി ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അധികം മധുരം ഉണ്ടാവില്ല, ഒരു പാകത്തിന് മധുരത്തിലാണ് കേട്ടോ കിട്ടുന്നത്. ഇനിയിപ്പോൾ നല്ല മധുരം വേണമെങ്കിൽ 1 കപ്പോളം എടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മൂടി വെച്ച് ഈ ഒരു പഞ്ചസാര മെൽറ്റായി വരുന്ന ആ ഒരു വെള്ളത്തിൽ ഈ ഒരു ബീട്രൂട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 6-7 മിനിറ്റ് ടൈമും കൂടി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഒന്നുകൂടി ഡാർക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് അളവിൽ 250 ml കപ്പിൽ 1.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് വീണ്ടും മൂടി വെച്ചിട്ട് ഈ ഒരു തേങ്ങാപ്പാലിലും കൂടി ബീട്രൂട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ടൈമും കൂടി തന്നെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് മൂടി വെച്ച് വേവിക്കേണ്ട, നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഒന്ന് തിക്കാക്കി എടുക്കണം കേട്ടോ, കുറുക്കി എടുക്കണം. നമ്മൾ സാധാരണ ഹൽവയൊക്കെ ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് നല്ലപോലെ വറ്റിയിട്ട് ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് അതുപോലെ ഇതുപോലെ നല്ല ഡാർക്ക് കളറിലൊക്കെ കിട്ടുമേ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിനി ഇതിലേക്ക് നല്ല ഡാർക്കായിട്ട് വരുന്ന സമയത്ത് കോൺഫ്ലവറിൻ്റെ ഒരു മിക്സ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 കപ്പ് തന്നെ തേങ്ങാപ്പാലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 2 കപ്പ് തേങ്ങാപ്പാലുണ്ട് ഇതിലേക്ക് വേണ്ടത്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണേ, നല്ലപോലെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ഉടനെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കോൺഫ്ലവർ ആണ്ട് തന്നെ കട്ട പിടിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് വീണ്ടും നമ്മളൊന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൺഫ്ലവർ കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ല തിക്കായിട്ട് വരുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ നെയ്യാണ് കേട്ടോ വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു നെയ്യ് നമ്മൾ വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് ഒന്നുകൂടി ഒന്ന് ഡാർക്കായിട്ട് കിട്ടും കേട്ടോ. ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഞാനിവിടെ വെള്ള എള്ള എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഏലക്കാപ്പൊടി 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന ആ ഒരു രീതിയിലേക്ക് കിട്ടുന്ന സമയത്ത് വേണം നമ്മൾ മാറ്റാനായിട്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ആ ഒരു പാനിൽ നിന്നൊക്കെ വിട്ടിട്ട് പിന്നെ നമ്മുടെ ആ ഒരു ചേർത്ത് കൊടുത്താൽ നെയ്യൊക്കെ ഇങ്ങനെ പുറത്ത് വരുന്ന രീതിയിൽ ഈ ഒരു രീതിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഏത് ട്രേയിലേക്കാണോ മാറ്റേണ്ടത് അങ്ങനെയൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഉള്ള ഒരു പുഡിംഗ് ട്രേയിലേക്കാണ് കേട്ടോ സർവിങ് ബൗളിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ടെക്സ്റ്റൈലിലല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കില്ലേ, ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഹൽവ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് തണുത്തിട്ടും കഴിക്കാം, ചൂടോടെയും കഴിക്കാം കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാതെ നമ്മളല്ലാതെ തന്നെ പുറത്ത് വെച്ച് തന്നെ തണുപ്പിച്ച് കഴിക്കുന്ന കേട്ടോ നല്ലത്. നമ്മൾ ഒരുപാട് നെയ്യൊക്കെ എടുത്തിട്ടുള്ളത് തന്നെ അതിലേക്ക് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു നെയ്യ് കഴിക്കാനായിട്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിത് ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റും. വെറുതെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ.